ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൈലാഞ്ചിപ്പൊടി കണ്ടതെന്ന് നിങ്ങൾക്കറിയാം, ഹെന്നയാണെന്ന് അല്ലേ? എല്ലാവരും ഹെന്ന ഉണ്ടാക്കാറുണ്ട്, ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ തന്നെ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഹെന്നയും പുറത്തുനിന്ന് നമ്മൾ തലയിൽ തേക്കുന്ന ഹെന്നയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന ഹെന്നയ്ക്ക് കെമിക്കൽസ് ഉണ്ടാവും, പക്ഷേ നാച്ചുറലായിട്ടുള്ള ഹെന്നയ്ക്ക് എങ്ങനെയാണ്? ഇതിനും നാച്ചുറൽ ഉണ്ട്. പക്ഷേ വനശ്രീയുടെ പ്രൊഡക്റ്റ് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസമായി ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ നല്ല കുളിർമയാണ്. തലയിൽ നമുക്ക് തേച്ച് കഴിയുമ്പോൾ നല്ല തലയിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിലീഫ് ആവാനായിട്ടൊക്കെ നല്ലതാണ്. അതും പറഞ്ഞ് തലവേദനക്കുള്ള മരുന്നല്ല കേട്ടോ ഇത്. അപ്പോൾ നെല്ലിക്കാപ്പൊടിയും പിന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടിയും കൂടി ചേർത്താണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങിയത് തന്നെ ഒരു കട്ടൻ ചായ തിളക്കുന്നത് കണ്ടിട്ടല്ലേ? ആ കട്ടൻ ചായ നല്ല രീതിയിൽ നല്ല ചുമപ്പായിട്ടിരിക്കണം കേട്ടോ. അതും പിന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇത് 4 ഇൻഗ്രീഡിയൻസും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെന്ന ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുട്ടയുടെ ഇത് പൊട്ടിച്ചു. പിന്നെ ഞാൻ ആ ചൂടോടുകൂടിയുള്ളത് തന്നെ ആ ചായയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. രണ്ടും ഒഴിച്ചാലും സെയിം തന്നെയാണ്. അത് കട്ടൻ ചായ ഒഴിക്കുകയാണ്. നമുക്ക് ഏകദേശം ഇതിന് അളവൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു മാവോ എന്തെങ്കിലും കുഴയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇച്ചിരി കട്ടിക്ക് രീതിയിലിരിക്കണ്ടേ. അങ്ങനെ ഏകദേശം ഒരു കട്ടിയാവുന്നത് വരെ നമുക്ക് ആ ചായ ഒഴിക്കാം കേട്ടോ. ചായ എത്ര ഒഴിച്ചാലും നല്ലതാണ്. കട്ടൻ ചായ അല്ലേ, വേറെ പ്രത്യേകിച്ച് കെമിക്കലൊന്നുമല്ലല്ലോ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുകയാണ്. ചൂടോടുകൂടി ആകുമ്പോൾ കട്ട പിടിക്കുമെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്സിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ഞാൻ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞത് കണ്ടോ, ഏകദേശം പിന്നെയും അതൊരു കട്ടിയായിട്ടുള്ള രീതിയിൽ തന്നെ വരികയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കട്ടൻ ചായ ഒഴിക്കുന്നുണ്ട്. കട്ടൻ ചായ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. കാരണം നമുക്ക് ആ എന്തെങ്കിലും ഒരു സ്പൂണിൽ കൊണ്ട് ഇളക്കുന്നതിനും ഏറ്റവും വലിയൊരു ഇത് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ്. നമ്മൾ കൈ കൊണ്ട് എത്രയായിട്ട് മിക്സ് ചെയ്യുന്നു അത്രയും ഗുണങ്ങൾ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ഞാനത് ലാസ്റ്റായിട്ട് ഞാനിതൊരു കണ്ടെയ്നറിലോട്ട് വെക്കുന്നുണ്ട്. കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.